ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിലും കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തെടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഇന്നലെ ഇന്നും എന്നും അനന്യനാം നിന്നിലി സാധു ഞാൻ ധന്യനല്ലോ. എന്നോടു കൂടെ നീ, നിന്നോടു കൂടെ ഞാൻ, എന്നോടു കൂടെ നീ, നിന്നോടു കൂടെ ഞാൻ, എന്നും പിരിയാത്ത ജീവിതമാ എന്നാഥനേ. നീ മാത്രമേ എന്നാത്മാവിൻ സംഗീതമേ. എന്നാഥനേ, നീ മാത്രമേ എന്നാത്മാവിൻ സംഗീതമേ. എന്നാഥനേ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിന് ആധാരമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7, 9, 13, 19 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ 7-ാം വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ക്രിസ്തീയ വിശ്വാസത്തിന് വിധേയപ്പെട്ട് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് പാപമോചനം നേടി മുൻപോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകത്തിൽ നിരവധി പ്രതിസന്ധികളുണ്ട്, ആവശ്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഹൃദയം കലങ്ങുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം ആ വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഏതാവശ്യവും ഏത് പ്രതിസന്ധി ഘട്ടവും ഹൃദയം കലങ്ങുന്നതും തകരുന്നതും മുൻപോട്ട് എങ്ങനെയെന്ന് ചോദിച്ചു പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പാകെ സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥനയിൽ ഉണർത്തിക്കുക. അങ്ങനെ ഉണർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ദൈവസമാധാനത്താൽ കാക്കപ്പെടും. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുന്ന, സംരക്ഷിക്കപ്പെടുന്ന, ആകുല ചിന്തകളെല്ലാം ദൈവകൃപയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതത്തിന് ദൈവസമാധാനം, ആ സമാധാനത്താൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മെ സംരക്ഷിക്കും. അതുകൊണ്ട് ദൈവസമാധാനം പ്രാപിക്കേണ്ടതിന് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയിൽ ഓർക്കുക, അർപ്പിക്കുക, പിതാവിനോട് പുത്രനാമത്തിൽ അപേക്ഷിക്കുക. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ദൈവസമാധാനം, ആ സമാധാനത്താൽ നാം കാക്കപ്പെടും. സ്വസ്ഥതയുടെ, ആശ്വാസത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ അനുഭവം സ്വർഗം നമുക്ക് അനുവദിച്ച് തരും. 9-ാം വാക്യത്തിൽ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ജീവിതയാത്രയിൽ ദൈവിക ഗുണവിശേഷങ്ങളും തിരുവെഴുത്തിൻ്റെ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിലകൊള്ളുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ആത്മീക നിലവാരം
നമ്മിൽ അനുഭവമായി പ്രകടമാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നിവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ ഇരിക്കും. ഈ ലോകത്തിൽ പലരും നമ്മോടുകൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പോകുന്ന സന്ദർഭങ്ങൾ നിരവധിയുണ്ട്. എന്നാൽ അതൊക്കെ അസ്ഥാനത്താണെന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് നമ്മോട് പറയുകയാണ്, ദൈവം നമ്മോട് പറയുകയാണ്, തിരുവെഴുത്തിലൂടെ നമുക്ക് ധൈര്യം നൽകുകയാണ്. സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. സമാധാനത്താൽ കാക്കുന്ന ദൈവം, സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ. അതിനേക്കാൾ ഉന്നതമായ അനുഭവം വേറെ ഒന്നുമില്ല. ഏത് സാഹചര്യങ്ങളിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉന്നതമായ നിലവാരം ഉള്ളവരാണ്. പ്രിയമുള്ളവരെ, സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ അനുഭവം എപ്പോഴും നമ്മോടുകൂടെ. ആ അനുഭവത്തിൽ സ്വർഗം നമ്മെ നിലനിർത്തും. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ശരണപ്പെട്ട് മുന്നേറാം. 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളെയും എങ്ങനെ തരണം ചെയ്ത് ജയിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് നാം വിലയിരുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക്, എൻ്റെ ജീവിതത്തിൽ പലവിധമായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിലൂടെയെല്ലാം കടന്നു പോകുവാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. അത് ദൈവം എന്നെ ശീലിപ്പിച്ചതാണ്. അങ്ങനെ ശീലിപ്പിച്ച ദൈവം എന്നെ ശക്തനാക്കുന്നുണ്ട്. അങ്ങനെ ശക്തനാക്കുന്നത് കൊണ്ട് ഞാൻ സകലത്തിനും മതിയാകുന്നു. ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും അതിജീവിച്ച് വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ, ഇതെങ്ങനെ ഞാൻ വിജയിക്കും എന്ന് ചിന്തിച്ച് നിരാശപ്പെടേണ്ടതില്ല. പൗലോസ് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളുടെ നടുവിൽ സമചിത്തതയോടുകൂടെ നിലകൊള്ളുവാൻ എന്നെ സഹായിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തനായ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ സകലത്തിനും മതിയായവനാണ്. പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിച്ച കർത്താവ്, സമാധാനം തന്ന് സൂക്ഷിക്കുന്ന കർത്താവ്, സമാധാനത്തിൻ്റെ ദൈവമായി നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തെയും വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്തൃശക്തിയിൽ നമുക്ക് ധൈര്യപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏത് ജീവിത സാഹചര്യത്തെയും അതിജീവിക്കുവാൻ ആ ശക്തി മതിയായതാണ്. ആ ശക്തി ലോകത്തിലെ ഒരു ശക്തിയോടും തുലനം ചെയ്യുവാൻ കഴിയുന്നതല്ല. ദൈവശക്തിയാൽ നാം ബലം പ്രാപിക്കും, വിജയിക്കും. ദൈവശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആവശ്യങ്ങളുടെ നിരവധി സന്ദർഭങ്ങൾ ഉള്ള അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരുവാൻ പ്രാപ്തനായ ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കർത്താവിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഭാരമുള്ളതാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രാപ്തരല്ല. എന്നാൽ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായ കർത്താവ് നമ്മുടെ എല്ലാ കാര്യത്തിനും മതിയായ കർത്താവാണ്. നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്തൃമുഖത്തേക്ക് നോക്കാം. അവൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. ദൈവം നമ്മെ കാക്കും, നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കും, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് മുൻപോട്ട് നയിക്കും. അങ്ങനെ ശക്തനായ കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നേറാം. സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് സമാധാനത്താൽ കാത്ത് നമ്മെ ശക്തീകരിച്ച്
എല്ലാ ബുദ്ധിമുട്ടും തീർത്ത് അനുഗ്രഹത്തിൻ്റെ ഏറ്റവും ശോഭനമായ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി നിത്യതയിലേക്ക് ചേർക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നേറാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.